റെഡ് കാർപ്പറ്റിലും ശേഷം ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ഡയസിലും സംവിധായക പായൽ കപ്പാടിയ്ക്കൊപ്പം തിളങ്ങി നിന്ന 3 വ്യക്തികൾ. കനി കുസൃതി, ദിവ്യപ്രഭ, ഛായാകഥം. പ്രഭ, അനു, പാർവതി ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് പ്രധാനമായും ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. ആദ്യ പകുതി മുംബൈയിലും രണ്ടാം പകുതി ഗോവ മുംബൈ റൂട്ടിലെ ഒരു തീരദേശ ഗ്രാമമായ രത്നഗിരിയിലുമാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുംബൈയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 3 വ്യക്തികൾ. പ്രഭയും അനുവും മലയാളി നഴ്സുമാരാണ്. അവർ താമസിക്കുന്നതും ഒന്നിച്ചാണ്. 3 കഥാപാത്രങ്ങളുടെ ഇൻഡിവിജ്വൽ ജേണിയും അവർ തമ്മിലുള്ള ഡൈനാമിക്സും എക്സ്പ്ലോർ ചെയ്യുകയാണ് ആദ്യ പകുതിയിലെ നരേറ്റീവ്. വ്യക്തികൾക്കൊപ്പം മുംബൈയും മുംബൈയിലെ മൺസൂണും കഥ പറച്ചിലിൽ കൂടെ കൂടുന്നു. പായൽ കപ്പാടിയെയും ഛായാഗ്രാഹകൻ രണബീർ ദാസും ഒരു സെമി ഡോക്യുമെൻ്ററി സ്വഭാവവും ബ്ലൂ ടിൻഡ് ടോണും ആദ്യ പകുതിയിൽ ഉടനീളം വിഷ്വൽ ലാംഗ്വേജിനെ ഭാഗമാക്കുന്നുണ്ട്. അത് മുംബൈ എന്ന ലാൻഡ്സ്കേപ്പിനെയും അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെയും മഴയെയും എല്ലാം പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നുമുണ്ട്. പ്രഭയ്ക്കും അനുവിനും പാർവതിക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പ്രഭയ്ക്ക് അത് തൻ്റെ ഭർത്താവിനെ ഓർത്താണ്. വിവാഹശേഷം ഭർത്താവ് ജർമ്മനിയിലേക്ക് പോവുകയും അവർ തമ്മിലുള്ള ബന്ധം പതിയെ നിന്നു പോവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവൾക്ക് അറിയില്ല. പാർവതിക്ക് അവൾ താമസിക്കുന്ന വീടിൻ്റെ രേഖകളില്ല എന്നതാണ്. അനുവിന് പ്രണയത്തെയും കല്യാണത്തെയും അവളുടെ ജീവിതത്തെയും പറ്റിയുള്ള കാഴ്ചപ്പാടിലുമാണ്. ചേർത്ത് പറയേണ്ടത് പ്രകടനത്തെക്കുറിച്ചും ഡയലോഗ് ഡെലിവറിയെക്കുറിച്ചുമാണ്. മലയാളം ഒട്ടും അറിയാത്ത പായൽ എഴുത്തും സംവിധാനം നിർവഹിച്ച ആദ്യ ഫീച്ചർ ഫിലിമിൻ്റെ 70% ഡയലോഗ്സ് ആവട്ടെ മലയാളത്തിലും. പ്രഭചേച്ചി എന്ന് വിളിക്കുന്ന അനുവിൻ്റെ ആദ്യ ഡയലോഗ് മുതൽ സംഭാഷണങ്ങളിലുടനീളം ആ നൈസർഗിക കൊണ്ടുവന്നിട്ടുണ്ട്. അനുവിൻ്റെ കാമുകനായി ഹൃദു ഹരൂൺ അവതരിപ്പിക്കുന്ന ഷിയാസും ഹോസ്പിറ്റലിലെ ഡോക്ടർ മനോജായി എത്തുന്ന അസീസ് നെടുമങ്ങാടും സംഭാഷണങ്ങളുടെ മാറ്റ് കൂട്ടുന്നു. രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നത് ഒരു യാത്രയിലൂടെയാണ്. പ്രഭയും അനുവും പാർവതിയുടെ നാടായ രത്നഗിരിയിലേക്ക് നടത്തുന്ന ഒരു യാത്ര. വിഷ്വൽ ലാംഗ്വേജിൽ ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. ബ്ലൂ ടിൻഡിന് കോൺട്രഡിക്ടറി ആയ റെഡ് ടോണാണ് പായൽ കാണിച്ചു തരുന്ന രത്നഗിരിയുടേത്. തന്നിലേക്ക് തന്നെ യാത്ര ചെയ്യുന്ന 3 കഥാപാത്രങ്ങളെയാണ് പായൽ കാണിച്ചു തരുന്നത്. രണ്ടാം പകുതിയിൽ ഹിന്ദി പാട്ടിന് നൃത്തം ചെയ്യുന്ന പാർവതിയും അനുവും അത് കണ്ട് രസിക്കുന്ന പ്രഭയുമായിരിക്കും സിനിമയിൽ ഏറ്റവും രസിപ്പിക്കുന്ന കാഴ്ച. സിനിമ സംസാരിക്കുന്നത് സംഘർഷമാണ്. അത് തല്ലുമാലയിലും അജഗജാന്തരത്തിലും അയ്യപ്പനും കോശിയിലുമൊക്കെ നമ്മൾ കണ്ട മെയിൽ ഈഗോയിൽ പിറക്കുന്ന ഫിസിക്കൽ ഫൈറ്റ് അല്ല, സ്ത്രീകൾ അനുഭവിക്കുന്ന ഇന്നർ കോൺഫ്ലിക്ട്സും വൾണറബിലിറ്റീസുമാണ്. ആ സംഘർഷത്തെ അവർ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതുമാണ്. മേൽപ്പറഞ്ഞ സിനിമകളെ ആക്ഷേപിക്കുക എന്നതല്ല ലക്ഷ്യം. പക്ഷേ മലയാളത്തിൽ ഈ അടുത്ത് കണ്ടു വരാത്തതും ഇതാണ്. മെയിൽ ഗേസിൽ പിറക്കാത്ത സ്ത്രീ എഴുത്തുകൾ. ആ എഴുത്തിൻ്റെ ബ്യൂട്ടി എന്നതിനെ ഒറ്റ വാക്കിൽ ഡെലിക്കസി എന്ന് വിളിക്കാം. സ്റ്റെതസ്കോപ്പ് ദേഹത്തൂടെ പോകുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്യുന്ന ഷോട്ടും പല കോൺവെർസേഷനിൽ വരുന്ന ഇമോഷൻസും ഇൻസേർട്ട് ഷോട്ടുമെല്ലാം അതിന് ഉദാഹരണമാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിനെ സംബന്ധിച്ച് ദ ഫൈനൽ ആക്ട് ഒരു കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നില്ല. സിനിമ തുറന്നു വയ്ക്കുന്നത് ഒരു ചാപ്റ്ററാണ്. വൾണറബിലിറ്റിയിൽ നിന്ന് ലിബറേഷനിലേക്ക് സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ. ആ യാത്ര സമാഹരിക്കുന്നത് പ്രഭ എന്ന കഥാപാത്രത്തിൽ തന്നെയാണ്. പ്രഭ നോക്കുന്നത് ഒരു ക്ലോഷർ അല്ലെങ്കിൽ ഒരു തീർപ്പിന് വേണ്ടിയാണ്. സിനിമ പ്രേക്ഷകർക്ക് തരാതെ പോകുന്നതും അതുതന്നെയാണ്, ഒരു ക്ലോഷർ. പ്രഭ അവളുടെ മനസ്സിൽ അവൾക്കിഷ്ടമുള്ള രീതിയിലുള്ള തീർപ്പ് കുറിക്കുന്നുണ്ട്. സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അവർക്കിഷ്ടമുള്ള തീർപ്പ് കുറിക്കാനുള്ള സ്പേസും പായൽ തുറന്നു വയ്ക്കുന്നുണ്ട്.